നമ്മളൊരു ഉമ്പടി വഴി കൂടി ഇങ്ങനെ പോവാണ്. അവർ പറഞ്ഞു പതുക്കെ പോകാൻ പറ്റുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വിത്ത് പ്രോ ഡ്രൈവർ റാൽഫ് റോബോട്ട്, ക്യാമറമാൻ ആര്യജിയ. അതെനിക്കറിയില്ല. ഞങ്ങൾ കാട്ടിക്കൂടെയുള്ള അതിസാഹസികമായ യാത്രയിൽ ഒരു നാച്ചുറൽ പൂളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ എത്തും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഇനി വഴി തെറ്റിപ്പോയോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പുറത്ത് കൊക്ക, ഇപ്പുറത്തെ റോഡ്, അപ്പുറത്ത് കൊക്ക. ഞാൻ ഓടിക്കുന്നില്ല, നീ ഓടിക്കോ. കുറച്ച് നേരം ഞാൻ ഓടിച്ച്. ഒരാൾ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഒരു വലിയ ഇൻഫർമേഷൻ പറയാനുണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് പോകുന്ന റോഡ് ഭയങ്കര ചെറിയ റോഡാണ്. അപ്പം അല്ലെങ്കിൽ നമ്മളിവിടെ വണ്ടി വെച്ചിട്ട് നടക്കണോ? ഇത് കുറേ ദൂരമുള്ള നടക്കാറ്. അതായിരിക്കും ചിലപ്പോൾ. വെള്ളം എടുത്തില്ല. വെള്ളം വേണമായിരുന്നോ? എടുക്കണോ? ഇതെല്ലാം കൊണ്ടുപോകണ്ടേന്ന് വിചാരിച്ചിട്ട് എടുക്കാത്ത. അപ്പം നമ്മളിത് താഴോട്ടെത്തി. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കേട്ടോ എൻ്റെ സ്റ്റെപ്സ് വരുന്നത്. പിന്നെ കുറേ സ്റ്റെപ്സ് ഇങ്ങനെ ഇറങ്ങാനുണ്ട്. ഞാൻ നോക്കുന്നുണ്ട്. ഞാൻ ഇത് നോക്കുന്നില്ല, ഞാൻ സ്റ്റെപ്പേ നോക്കുന്നു. ആ ബീച്ചിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ ഇങ്ങനെ ഒരു ടെമ്പിളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ആക്ച്വലി മറ്റേ ഇതിൽ നിന്ന് വരുന്ന വെള്ളമാണെന്നല്ലേ? മൗണ്ടനിൽ നിന്ന് വരുന്ന നാച്ചുറൽ വാട്ടർ. നമ്മൾ എവിടെ എത്തിയെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ടെമ്പിളിങ് ബീച്ചിലാണ് കേട്ടോ. ഇവിടെ എങ്ങനെയുണ്ട്? അപ്പം നമ്മളങ്ങനെ ടെമ്പിളിങ് ബീച്ചിലെത്തി. ഇവിടെ ആക്ച്വലി ഒരു നാച്ചുറൽ പൂളുണ്ട് കേട്ടോ. ഇത് ഫുള്ളും ഈ മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇവിടെ എല്ലാം ഉള്ളത്. അപ്പോൾ നമുക്ക് പൂളിലൊക്കെ ഇറങ്ങാൻ പറ്റും. ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. രാങ്ങോട്ട ബീച്ച്. ഇതങ്ങനെ ഒത്തിരി പേര് വരാറില്ല എന്ന് തോന്നുന്നു ഈ സ്പോട്ടിൽ. അപ്പം ഇൻട്രസ്റ്റ് ഉള്ളവർ ഇവിടെ വന്ന് നോക്കാം. നല്ല രസമുണ്ട് കാണാനൊക്കെ. എന്നുവെച്ചാൽ കുറച്ചൊരു പ്രൈവസി കിട്ടും ഇവിടെ. കുറേ നാളായിട്ട് ഇപ്പോഴാണെന്ന് തോന്നുന്നു ഇപ്പോൾ ആൾക്കാർ കുറച്ചെങ്കിലുമൊക്കെ വന്നു തുടങ്ങി. കുറേ നാൾ ഇല്ലായിരുന്നു. കൊറോണ ടൈമൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ആൾക്കാരൊക്കെ അറിഞ്ഞ് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ.
അപ്പം നമ്മളങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തിയത് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ന്യൂസാപ്പനീഡയിലെ ബീച്ചിൻ്റെ പേര് പറ. പഠിച്ച് അപ്പം നമ്മൾ ക്ലിങ്കിങ് ബീച്ചിൽ എത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ വ്യൂ ആണ് ഇനി നിങ്ങൾ കാണും. ഇവിടെ സൺസെറ്റ് നല്ല ഭംഗിയാണെന്ന് പറയുന്നത്, പക്ഷേ ഇത് മേഘമായിട്ട് ഞാൻ താന്ന് നിൽക്കും. ഞങ്ങൾക്ക് കാണിച്ചു തരാം വ്യൂ. ഓക്കെ, നമ്മൾ താഴെ പോയി ബാക്കി കാണിച്ചു തരാം. ഫോട്ടോ എടുത്തിട്ട് പോവാം. കുരങ്ങന്മാരെ കണ്ടോ, എന്തോ ഒരു കുരങ്ങന്മാരാ അടിവിടുന്നു. ആരുടെ ബാഗില്? അപ്പം നമ്മൾ കുറേ സ്റ്റെപ്സ് ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. താഴെ മഡ് വെച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ്. അവിടെ നമ്മൾ ഇറങ്ങുന്നില്ല ചിലപ്പോഴല്ല. ഇനി ബീച്ചിൽ പോയിട്ട് എന്ത് ചെയ്യുന്നത്? ആ സൺസെറ്റായി. സൺസെറ്റ് കഴിഞ്ഞാൽ ഇരുട്ടാവും. പിന്നെ ബീച്ചിലൊക്കെ പോയൊന്നും നടക്കൂല, ഇരുട്ടാവും. ഇവിടെ ലൈറ്റൊന്നും ഇല്ലല്ലോ. ഇത്രയും സ്റ്റെപ്പ് കയറണേ. ഓരോ സ്റ്റെപ്സിനും ഓരോ ഹൈറ്റാണ്. ഭയങ്കര ഇഷ്ടമാണ്. അത് നോർമൽ പോയിട്ട് കൺഫ്യൂഷനും എടുക്കാൻ പറ്റില്ല. ബോട്ടിലിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ആടി ഇരിക്കുന്നത്. അപ്പം ഇനി നമ്മൾ തിരിച്ച് ബാലിക്ക് പോവാണ്. അപ്പം ഇനി അവിടെ എത്തിയിട്ട് അതിൻ്റെ വിശേഷം കാണിക്കാം.